ഇന്നത്തെ പദയാത്രയിൽ കിളവന്മാരും കിളവികളും യുവാക്കളും യുവതികളും ഉണ്ട്. ഇതൊക്കെ അറബിയിൽ പറയാൻ പറ്റും നിങ്ങൾക്ക്? ഈ പദയാത്രയിൽ നാം പഠിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പം എന്താണ് കിളവന്മാർ എന്ന് പറയും? അത് കിളവൻ, അതിന് അറബിയിൽ പറയും ഷെയ്ബാന, ഷീബാൻ എന്നാണ് അതിൻ്റെ പ്ലൂറൽ. യഷൈബ എന്ന് പറഞ്ഞു, ഷെയ്ബ എന്ന് വിളിക്കരുത് കേട്ടോ. ഏതൊരു കിളവനെയും കിളവാന്ന് വിളിക്കാൻ പറ്റുമോ? അത് മനുഷ്യൻ എല്ലാവർക്കും വാർദ്ധക്യം ഉണ്ടാവുമല്ലോ. അപ്പം വൃദ്ധൻ എന്ന അർത്ഥമാണ് ഷെയ്ബ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രസമുള്ളൊരു വാക്കാണ്. കാരണം എന്താ പറയുക, ഇനി കിളവി എന്ന് പറയല്ല നമ്മൾ, എന്ന് പറഞ്ഞാൽ വൃദ്ധ. വൃദ്ധ വൃദ്ധ എന്നാൽ പ്രായം കൂടുതലുള്ള പെണ്ണ്. അപ്പോൾ വൃദ്ധക്ക് അറബിയിൽ പറയാം അജൂസ് എന്നാണ്. ഇത് കേട്ടാൽ രണ്ടും മാറിപ്പോകും നമ്മൾ ആൾക്കാർക്ക്. അജൂസ് എന്നാൽ പുല്ലിംഗമായി തോന്നും, പുല്ലിംഗം അല്ല അത്. അത് സ്ത്രീകളെക്കുറിച്ച്. കിളവി എന്നാണ്, അതിന് അജായിസ് എന്ന് പറഞ്ഞാൽ കിളവികൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അജൂസ്, അജൂസ് എന്ന് പറഞ്ഞാൽ മതി. ഇനിയോ മറ്റത് ഷെയ്ബ എന്നാ, പെണ്ണായിട്ട് തോന്നും അത് ഷെയ്ബ. അതിൻ്റെ പിന്നെ പ്ലൂറൽ ഷീബാൻ എന്നാണ്. വൃദ്ധന്മാർ അൻറ്റും ഷീബാൻ എന്ന് പറയും, അഹ്ന ഷീബാൻ എന്ന് പറയും. അപ്പൊ ഷെയ്ബ ഷീബാൻ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഉള്ളതാണ് യുവാവ് എന്നുള്ളത് ഷബാബ് എന്ന് പറയും. എനിക്ക് ഭയങ്കര രസമുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 70 വയസ്സെങ്കിലും തോന്നിക്കുന്ന, 70-ന് മേലെ എന്തായാലും ഉണ്ടാവും, ഒരു ടാക്സി ഡ്രൈവർ കൂടെ ഞങ്ങൾ ടാക്സിയിൽ പോവാ ജിദ്ദയിലേക്ക്. അപ്പോൾ ഒരു തുർക്കി, ഈ വളരെ പ്രായമുള്ള യാ ഷബാബ് എന്ന് വിളിച്ചു. അനബൻസിലിനെ യാ ഷബാബ്, എനിക്കൂടെ ഇറങ്ങണം ഷബാബ്. അപ്പോൾ അയാൾ വണ്ടി നിർത്തിയിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, 40 കൊല്ലം മുമ്പ് കേട്ടതാ ഞാൻ ആ വാക്ക്. അപ്പോൾ വാവായിരിക്കുമല്ലോ ഷബാബ്. അപ്പൊ ഷബാബ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ പറയാം യാ ഷബാബ്, സമലേക്ക് യാ ഷബാബ്. യുവാക്കൾ നമ്മൾ ബ്രോ എന്നൊക്കെ പറയുമല്ലോ, ഐ ഗെയ്സ് എന്ന് പറയുമല്ലോ, അതാണ് ഷബാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഷബാബ് പഠിച്ചു. ഇനി 2 വാക്കുകൂടി നമുക്ക് പഠിക്കാം. അതെന്താണെന്ന് വെച്ചാൽ റിജാല് പുരുഷന്മാർ, നിസാ സ്ത്രീകൾ. റിജാല് പുരുഷന്മാർ, നിസാ സ്ത്രീകൾ. അതിന് നമ്മൾ സാധാരണ പറയാനുള്ള റജ്ജാൽ എന്നാണ്. റിജാലിന് പറയാ റജ്ജാൽ എന്നൊരു വ്യക്തിയെ കുറിച്ച്, മനുഷ്യ എന്ന് പറയല്ലേ നമ്മൾ, അതാ റജ്ജാൽ എന്ന് പറയുന്നത്. ഇനി നിസ എന്ന് പറയുന്നത് ഒരു ലിറ്ററേച്ചർ അറബിയാണ്, സംസാരത്തിനും ഉപയോഗിക്കാറുണ്ടെങ്കിൽ തന്നെ അവിടെ ഹരീം എന്ന പദമാണ് കൂടുതൽ ഉപയോഗിക്കുക. ഹുർമ എന്നാൽ സ്ത്രീ, ഹരീം സ്ത്രീകൾ. അപ്പൊ ഹുർമയുടെ പ്ലൂറലാണ് ഹരീം. ഉദാഹരണം പറഞ്ഞാൽ ദൗറത്തുമിയ ഹരീം, അതല്ല ഹമ്മാം ഹരീം, ലേഡീസ് വാഷ്റൂം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് മക്കാദ് ഹരീം, ലേഡീസ് സീറ്റ്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് പ്രയോറിറ്റി ഉള്ള മേഖലകൾ ഹരീം എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെയുള്ള ധാരാളം വാക്കുകൾ പദസമ്പത്തിലൂടെ നാം നേടിയെടുക്കണം. അതുകൊണ്ട് പദയാത്രയിൽ നിന്ന് മാറിപ്പോകരുത്. ഇതുവരെയുള്ള പദയാത്രയിൽ പങ്കെടുത്തെങ്കിൽ ലൈക്ക് അടിക്കുക. മഅസ്സലാമ.